മോഹ സാഫല്യമേകുവാൻ ഗമിച്ചു ഭീമസേനൻ. പാഞ്ചാലി മോഹ സാഫല്യമേകുവാൻ ഗമിച്ചു ഭീമസേനൻ. പാഞ്ചാലി മോഹ സാഫല്യമേകുവാൻ ഗമിച്ചു ഭീമസേനൻ. കാനനെ സഞ്ചരിക്കവേ വീതിയിൽ ദർശിച്ചു പടുവാനരനെ. കാനനെ സഞ്ചരിക്കവേ വീതിയിൽ ദർശിച്ചു പടുവാനരനെ. വായുപുത്രൻ മാരുതി എതിർത്തു ഭീമഗർവവും തീർത്തു. വീരപതിയാം ഭീമസേനൻ ഏകി സൗഗന്ധിക മലർ പ്രിയയ്ക്കായി. വീരപതിയാം ഭീമസേനൻ ഏകി സൗഗന്ധിക മലർ പ്രിയയ്ക്കായി. ആദ്യം പ്രശ്നോത്തരി മത്സരം ആരംഭിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ടീം എയോട്. പന്തളം അമൃത വിദ്യാലയം. ബ്രഹ്മോപദേശം നൽകാനുള്ള ദുർലഭ പാത്രമായി ശ്രീരാമൻ ചൂണ്ടിക്കാട്ടിയത് ആരെയാണ്? എ ലക്ഷ്മണനെ, ബി ഹനുമാനെ, സി ഗുഹനെ, ഡി ഭരതനെ. ടൈം സ്റ്റാർട്ട്സ്. ഹനുമാനെ. ബി ഹനുമാനെ. ഉറപ്പിക്കാം? ഉറപ്പിക്കാം. ഓക്കെ, ബി ഹനുമാൻ. ഉറപ്പാണല്ലേ? ആ, ഉറപ്പാണ്. സംശയങ്ങളൊന്നുമില്ല, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. വാ, വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇപ്പൊ ടീം എക്ക് 2 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വിശപ്പും ദാഹവും തീണ്ടാതിരിക്കാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിക്കുന്ന മന്ത്രം. എ മൃത്യുഞ്ജയ മന്ത്രം, ബി ബലയും അതിബലയും, സി ഗായത്രി മന്ത്രം, ഡി അഗസ്ത്യ ഹൃദയം. ടൈം സ്റ്റാർട്ട്. ഓപ്ഷൻ ബി ബലയും അതിബലയും. ബലയും അതിബലയും ഉറപ്പാണ് അല്ലേ? അപ്പൊ നമ്മൾ ലോക്ക് ചെയ്യുന്നു ബി ബലയും അതിബലയും. നിങ്ങൾക്കറിയാത്ത ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അറിയാലോ അല്ലെ അതിനെ പറ്റിയിട്ട്. എനിവേ നമുക്ക് നോക്കാം നിങ്ങളുടെ ഉത്തരം ശരിയാണോ അല്ലയോ. വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെയധികം ശരിയാണ്. ഉത്തരം ബി ബലയും അതിബലയും. ഇനി നമുക്ക്
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ടീം എ, പന്തളം അമൃത വിദ്യാലയം. ക്വസ്റ്റ്യൻ ഇതാണ്: താടകയുടെ പുത്രനാണ് ഡാഷ്. എ വിഭീഷണൻ, ബി പ്രഹസ്തൻ, സി മാരീചൻ, ഡി വൈശ്രവണൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ്. സി മാരീചൻ. സി മാരീചൻ ഉറപ്പാണല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ലോക്ക് ചെയ്യാണ്. സി മാരീചൻ. മാരീചൻ ശരിയായ ഉത്തരമാണ്. ടീം എക്ക് 2 പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ ടോട്ടൽ പോയിന്റ് 4. അടുത്ത ചോദ്യം വെള്ളറട ശ്രീ ശങ്കര വിദ്യാലയത്തോടാണ്. ടീം ബി റെഡി അല്ലേ? ചോദിക്കട്ടെ. കൈകേയിയുടെ സഹോദരൻ. എ യുധാജിത്ത്, ബി വിശ്വജിത്ത്, സി പ്രസേനജിത്ത്, ഡി ബൃഹദ്രഥൻ. ടൈമർ സ്റ്റാർട്ട്. ഓപ്ഷൻ എ യുധാജിത്ത്. ഓപ്ഷൻ എ യുധാജിത്ത് ഉറപ്പാണ്? ഒരു സംശയമില്ല. ഇല്ല. ലോക്ക് ചെയ്യാം. ആ ഓക്കെ, ഞാൻ ലോക്ക് ചെയ്യാണ്. യുധാജിത്ത്. എ യുധാജിത്ത് ഉത്തരം ശരിയാണ്. 2 പോയിന്റുകൾ നേടിയിരിക്കുന്നു. അപ്പം ടീം എയും ടീം ബിയും ഇപ്പം തുല്യ ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, പന്തളം അമൃത വിദ്യാലയത്തിന്റെ മൂന്നാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: ജനകന് സീതയെ ലഭിച്ചത് എങ്ങനെ? എ വരിനെല്ല് വിതയ്ക്കാൻ നിലമുഴുത്തപ്പോൾ, ബി കൊയ്ത്തു കഴിഞ്ഞ് നിലമുഴുമ്പോൾ, സി യാഗാനന്തരം യാഗഭൂമി ഉഴുതപ്പോൾ, ഡി പുതുനിലം കൃഷിക്കായി ഉഴുതപ്പോൾ. ടൈം സ്റ്റാർട്ട്സ് നൗ. സി യാഗാനന്തരം യാഗഭൂമി ഉഴുതപ്പോൾ. ഉറപ്പാണ്? ഉറപ്പാണ്. ഞാൻ ലോക്ക് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പം സി യാഗാനന്തരം യാഗഭൂമി ഉഴുതപ്പോൾ. കറക്റ്റ് ആൻസർ. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലഭിച്ചത് അല്ലേ? അതറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല. ഓക്കെ, ഇനി ഈ റൗണ്ടിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ജാംബവാൻ ജ്ഞാനവൃദ്ധനായ വാനരശ്രേഷ്ഠനാണ്. ജാംബവാന്റെ ജനനത്തെ കുറിച്ച് ബാലകാണ്ഡത്തിൽ പറയുന്നത് എന്താണ്? എ ബ്രഹ്മാവിന്റെ ഹസ്തത്തിൽ നിന്ന് ജനിച്ചു, ബി ബ്രഹ്മാവിന്റെ കോട്ടുവായിൽ നിന്ന് ജനിച്ചു, സി ബ്രഹ്മാവിന്റെ പുരികത്തിൽ നിന്ന് ജനിച്ചു, ഡി ബ്രഹ്മാവിന്റെ ചിന്തയിൽ നിന്ന് ജനിച്ചു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശിയോട് ചോദിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. നിങ്ങളുടെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ബ്രഹ്മാവിന്റെ ചിന്തയിൽ നിന്ന് ജനിച്ചു. ഓക്കെ, ലോക്ക് ചെയ്യുന്നു. ഡി ബ്രഹ്മാവിന്റെ ചിന്തയിൽ നിന്ന് ജനിച്ചു. നമുക്ക് നോക്കാം ശരിയാണോ എന്ന്. എനിക്കൊന്നും നിങ്ങൾ ഗസ് ചെയ്തതാണ്, നിങ്ങൾ അറിഞ്ഞിട്ട് പറഞ്ഞതല്ല അല്ലേ? നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സാരമില്ല. ഈ ചോദ്യം ടീം എയിലേക്ക് പാസ് ചെയ്യണം. സെയിം ക്വസ്റ്റ്യൻ. ജാംബവാന് ജ്ഞാനവൃദ്ധനായ വാനരശ്രേഷ്ഠനാണ്. ജാംബവാന്റെ ജനനത്തെ കുറിച്ച് ബാലകാണ്ഡത്തിൽ പറയുന്നത് എന്താണ്? എ ബ്രഹ്മാവിന്റെ ഹസ്തത്തിൽ നിന്ന് ജനിച്ചു, ബി ബ്രഹ്മാവിന്റെ കോട്ടുവായിൽ നിന്ന് ജനിച്ചു, സി ബ്രഹ്മാവിന്റെ പുരകത്തിൽ നിന്ന് ജനിച്ചു. നിങ്ങളുടെ ടൈം സ്റ്റാർട്ടായി. ആൻസർ പറഞ്ഞോളൂ. ബി ബ്രഹ്മാവിന്റെ കോട്ടുവായിൽ നിന്ന് ജനിച്ചു. ബ്രഹ്മാവിന്റെ കോട്ടുവായിൽ നിന്ന് ജനിച്ചു. ഉറപ്പാണ്? അതെ. ഞാൻ ലോക്ക് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ബ്രഹ്മാവിന്റെ കോട്ടുവായിൽ നിന്ന് ജനിച്ചു. കോൺഫിഡന്റ് ആണോ? അറിയാം. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. ശ്രേഷ്ഠ ഭാരതം, ശ്രേഷ്ഠ ഭാരതം, മഹാഭാരതം, ശ്രേഷ്ഠ ഭാരതം. ഞാൻ ദേവയാനി, ദൈത്യഗുരു ശുക്രാചാര്യരുടെയും ദേവേന്ദ്രപുത്രി ജയന്തിയുടെയും പ്രിയപുത്രി, ഹസ്തിനപുര നരേശനായ യയാതിയുടെ ധർമ്മപത്നി, യദുകുലാധിപനായ യദുവിൻ്റെയും യവനകുലാധിപനായ തുർവസുവിൻ്റെയും മാതാവ്. ചോദ്യങ്ങൾ നേരിടാം. റെഡിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഏതായാലും ചോദ്യങ്ങൾ നേരിടാനായിട്ട് റെഡിയാണ്. ചോദിച്ചോളൂ. ദേവഗുരുവായ ബൃഹസ്പതി ആരുടെ പുത്രനായിരുന്നു? അങ്കിരസിന്റെ പുത്രനായിരുന്നു ദേവഗുരുവായ ബൃഹസ്പതി. ശരിയാണോ സർ? തെറ്റാണ്.
ബ്രഹ്മാവിൻ്റെ എന്നാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം ചോദിച്ചു. ദേവയാനിയുടെ പുത്രന്മാരുടെ പേരെന്ത്? യദുകുലാധിപനായ യദുവും യവനകുലാധിപനായ തുർവസുവുമാണ് എൻ്റെ പുത്രന്മാർ. ശരിയാണോ സർ? ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം. ആരുടെ കൊട്ടാരത്തിലാണ് ഭവതിയുടെ പിതാവായ ശുക്രാചാര്യർ താമസിച്ചിരുന്നത്? വൃഷപർവൻ എന്ന അസുര രാജാവിൻ്റെ കൊട്ടാരത്തിലായിരുന്നു എൻ്റെ പിതാവ് ശുക്രാചാര്യർ താമസിച്ചിരുന്നത്. ശരിയാണോ സർ? വൃഷപർവാവ്. ഉത്തരം ശരിയാണ്. നാലാമത്തെ ചോദ്യം. ബ്രാഹ്മണ സ്ത്രീയായ ദേവയാനി ക്ഷത്രിയനായ യയാതിയെ വിവാഹം കഴിച്ചത് ശാസ്ത്രവിധി പ്രകാരം ഏതു പേരിൽ അറിയപ്പെടുന്നു? അറിയില്ല. പ്രതിലോമ വിവാഹം. അസുര കന്യകമാരെ കാറ്റായി വന്ന് ശല്യപ്പെടുത്തിയതാരായിരുന്നു? ഇന്ദ്രൻ, ഇന്ദ്രദേവനാണ് ഞങ്ങളെ ശല്യപ്പെടുത്തിയിരുന്നത്. ഉത്തരം ശരിയാണ്. ശല്യപ്പെടുത്തുന്നൊക്കെ പറയുമ്പോ ശല്യപ്പെടുത്തിയതൊക്കെ ഭയങ്കര വിഷമത്തോടെ. ശ്രേഷ്ഠ ഭാരതം അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനുമയോധ്യയ്ക്കമ്മാറെഴുന്നള്ളിടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം. സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശുവഴിഞ്ഞ ഭക്തിയോടെ. ഐശ്വര്യം ഭവിക്കട്ടെ മഹാരാജൻ, ഐശ്വര്യം ഭവിക്കട്ടെ. മഹർഷേ, രാജ്യസഭ കൂടുന്ന സമയമല്ലാതിരുന്നിട്ടും അങ്ങ് എന്തിനാണ് നമ്മെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? മഹാരാജൻ, രാജ്യസഭയിൽ വെച്ച് രാജോചിതമായി സ്വീകരിക്കേണ്ട ഒരു അതിഥി ഇതാ ഇപ്പോൾ ഇങ്ങോട്ട് വരും. അദ്ദേഹത്തെ സ്വീകരിക്കാൻ സന്നദ്ധനായി നിന്നുകൊള്ളൂ. രാജോചിതമായി സ്വീകരിക്കേണ്ട ഒരാൾ. മഹർഷേ, അത് രാജനോ ദേവനോ? രാജത്വവും ദേവത്വവും ചേരുന്ന രാജർഷിയാണ് സാക്ഷാൽ കൗശികൻ, വിശ്വാമിത്രൻ. അല്ല മഹർഷേ, ക്ഷിപ്രകോപിയായ വിശ്വാമിത്രൻ. എന്തെങ്കിലും അപ്രിയം? അയോധ്യാധിപൻ സൂര്യകുല തിലകം മഹാരാജ ദശരഥന് വന്ദനം. സ്വാഗതം മഹാത്മാൻ, സ്വാഗതം. അയോധ്യ നഗരം അങ്ങയുടെ പാദസ്പർശത്താൽ ധന്യമായി. പറഞ്ഞാലും അങ്ങയ്ക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ക്ഷത്രിയോചിതമായൊരു സഹായം അത് യാചിച്ചു വന്നതാണ് ഞാൻ. യാചനയല്ല, കൽപ്പനയാണ്. കൽപ്പിച്ചാലും മഹർഷേ, നാമും ഈ അയോധ്യയും അജയമായ നമ്മുടെ സൈന്യവും അങ്ങയുടെ വിളിപ്പുറത്തുണ്ട്. കൽപ്പിച്ചാലും. രാജാ ദശരഥനെയോ അങ്ങയുടെ സൈന്യത്തെയും നാം ആശിക്കുന്നില്ല. നവതാരുണ്യം തേടുന്ന അങ്ങയുടെ പുത്രന്മാരെയാണ് നാം ആവശ്യപ്പെടുന്നത്. അല്ല മഹർഷേ, നമ്മുടെ പുത്രന്മാർ അവർ ബാലകരാണ്. അവരെ കൊണ്ട് അങ്ങേക്ക് എന്താവശ്യം? നമ്മുടെ യാഗരക്ഷ. പിതൃക്കളെയും ദൈവന്മാരെയും ധ്യാനിച്ച് നാം നടത്തുന്ന യാഗത്തിൽ ചില രാക്ഷസന്മാർ വിഘാതമുണ്ടാക്കുന്നു. യാഗകുണ്ടത്തിൽ മാംസവും മലവും വലിച്ചെറിയുന്നു. അവരെ അമർത്തി നമ്മുടെ യാഗത്തെ രക്ഷിക്കണം. അതിന് അങ്ങയുടെ പുത്രന്മാരെ, രാമലക്ഷ്മണന്മാരെ നമ്മോടൊപ്പം അയക്കുക. മഹർഷേ, ഞാൻ അങ്ങ് വിശ്രമിക്കൂ. അർഘ്യപാദ്യങ്ങൾ വരുത്താം. അരുത്, അർഘ്യപാദ്യങ്ങൾ നമുക്ക് ആവശ്യമില്ല മഹാരാജൻ. കുമാരന്മാരാണ് വേണ്ടത്. മനസ്സാണെങ്കിൽ പറയുക, നാം വിശ്രമിക്കാം. മഹർഷേ, ഞാൻ എന്തു മറുപടി പറയും? ലോകം കണ്ടിട്ടില്ലാത്ത കുമാരന്മാരാണ്. രാക്ഷസ നിർഗ്രഹത്തിന് അവർ പ്രാപ്തരുമല്ല. വിശ്വാമിത്ര മഹർഷി, നാം ഇതെങ്ങനെ ബോധ്യപ്പെടുത്തും? ആശങ്ക വേണ്ട മഹാരാജൻ. രാമലക്ഷ്മണന്മാർ സാധാരണ മനുഷ്യരല്ല. രാക്ഷസ നിഗ്രഹം അവരുടെ ജന്മദൗത്യമാണ്. വേറെയും ദേവകാര്യങ്ങളുണ്ട്. അങ്ങേക്ക് ധൈര്യമായി അവരെ മഹർഷിക്കൊപ്പം അയക്കാം. എങ്കിൽ ഞാൻ അവരെ അയക്കാം മഹർഷി. ആരെവിടെ? രാമലക്ഷ്മണന്മാരെ ചാപാണ തുണീരങ്ങൾ ധരിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരുവിൻ. മഹർഷി, അങ്ങയുടെ യാഗം രക്ഷിക്കാൻ നമ്മുടെ കുമാരന്മാർ
പ്രാപ്തരാണെന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് സത്യമായി ഭവിക്കട്ടെ. രാമലക്ഷ്മണന്മാർ അങ്ങേക്കൊപ്പം വരും. കുമാര, ഇത് രാജർഷി വിശ്വാമിത്രൻ. നമസ്കരിച്ചുകൊള്ളു. ഇന്നത്തെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ആരംഭിക്കുകയാണ്. ആദ്യം പന്തളം അമൃത വിദ്യാലയം. നിങ്ങളുടെ കാവ്യഭാഗം ഏതാ? സ്ക്രീനിൽ. ചൊല്ലെഴും ത്രയംബകമാകിന മഹേശ്വര വില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു. പുരാഭൂമി പാലേന്ദ്രന്മാരാലർച്ചിതമനുദിനം. ക്ഷോണീ പാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. ആശയം വിശദീകരിച്ചോളൂ. കാമരൂപിണിയായ താടകയെ നിഗ്രഹിച്ചതിനു ശേഷം ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്ക് വരികയാണ്. മുനിമാരുടെ ധർമ്മപരിപാലനത്തിന് വഴിയൊരുക്കിയ ശേഷമാണ് ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയുടെ സമീപത്തേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ വാത്സല്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ശ്രീരാമചന്ദ്രനെ ചേർത്തു പിടിച്ച് കണ്ണീരുള്ള കണ്ണുകളാൽ അദ്ദേഹത്തോട് പറയുകയാണ്, വിദേഹരാജ്യത്ത് മഹേശ്വരനാൽ സ്ഥാപിക്കപ്പെട്ട ത്രയംബകം എന്നു പേരുള്ള വില്ലുണ്ട്. അത് വളരെ അമൂല്യമായ ഒരു വില്ലാണ്. അത് സ്ഥാപിച്ചിരിക്കുന്നത് ശ്രീ മഹാദേവനാണ്. ദിനം തോറും ഭൂമി പാലേന്ദ്രന്മാരായ രാജാക്കന്മാരാൽ അർച്ചിക്കപ്പെടുന്ന ഒരു വില്ലാണത്. സൂര്യകുലജാതനായ അങ്ങ് വിദേഹരാജ്യത്തിൽ പോയി ആ വില്ല് കാണണം എന്നതാണ് വിശ്വാമിത്ര മഹർഷി രാമനോട് പറയുന്നത്. ഇത് പറയുമ്പോൾ മൈഥിലിയെ രാമനോട് ചേർക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നു. ഇനി ശ്രീ ശങ്കര വിദ്യാലയത്തിലേക്ക് അവരുടെ കാവ്യം. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതു മൂലം വന്നുകൂടിയിടുമല്ലോ. വിദേഹരാജ്യത്ത് പരമശിവന്റെ ശ്രേഷ്ഠമായ വില്ലായ ത്രയംബകം എന്ന വില്ല് രാമചന്ദ്രൻ കണ്ട് സന്തോഷവാനായി നമസ്കരിച്ചിട്ട് ഗുരുവായ വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്, അല്ലയോ ഗുരുവായ വിശ്വാമിത്ര, ഞാൻ വില്ല് എടുക്കട്ടെ, കുലക്കട്ടെ, വലിക്കട്ടെ? ഇതെല്ലാം കേട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, നിനക്ക് എന്തും ചെയ്യാൻ കഴിയും. നിനക്ക് എന്തു മനസ്സിൽ തോന്നുന്നു അത് നീ മടിക്കേണ്ട, അത് നീ ചെയ്തോളൂ. ഇതുമൂലം നിനക്ക് മംഗളം മാത്രമേ ഭവിക്കുകയുള്ളൂ. നന്നായിട്ടുണ്ട്. ശ്രേഷ്ഠ ഭാരതം. ഭഗവാൻ ശ്രീരാമന്റെ പാദസ്പർശം. പ്രഭു, ഞാൻ അഹല്യ, അനുഗ്രഹിച്ചാലും. ഉഴാത്ത നിലം പോലെ, പുഷ്പിക്കാത്ത ചെടി പോലെ, മണ്ണിലടിഞ്ഞ ശില. പഞ്ചാശന്റെ പുത്രി പഞ്ചകന്യകളിൽ ഒരുവളായി ജനിച്ചു. ഗൗതമ മഹർഷിയുടെ പത്നിയാണു ഞാൻ. എന്നാൽ അദ്ദേഹത്തിന്റെ തന്നെ ശാപമേറ്റ് ശിലയായി മാറേണ്ടി വന്ന ഹതഭാഗ്യ. ബ്രഹ്മദേവന്റെ ആദ്യ സൃഷ്ടികളിൽ ഒരുവളാണെന്ന കാര്യം ഞാൻ ശ്രേഷ്ഠമായി കരുതുന്നു. ഞാൻ ഓർക്കുന്നു ആ രാത്രിയുടെ അന്ത്യം. രണ്ടായാമം കഴിഞ്ഞതേയുള്ളൂ. കൂമന്റെ മൂളലും വാവലുകളുടെ ചിറകടിയൊച്ചയും പുറത്തു കേൾക്കാമായിരുന്നു. നേരം പുലരാൻ ഇനിയും ഏറെ നേരമുണ്ട്. പെട്ടെന്നതാ
നിശയുടെ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് കുക്കുടകൂജനം ഉയർന്നു. പതി ഉണർന്ന് പ്രഭാതകർമ്മങ്ങൾക്കായി പുഴയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തെ ദീപം തെളിയിച്ച് യാത്രയാക്കിയ ശേഷം ഞാൻ തിരികെ ശയ്യാറയിലെത്തി കിടന്നതേയുള്ളൂ. പെട്ടെന്നതാ വാതിൽക്കൽ മുട്ടുകേൾക്കുമാറായി. ഞാൻ അവിടേക്ക് എത്തിയപ്പോൾ സ്നാനത്തിന് പുറപ്പെട്ട പതി മുന്നിൽ. ഞാൻ കാര്യമന്വേഷിച്ച് അദ്ദേഹത്തെ അകത്തേക്ക് ആനയിച്ചു. അപ്പോൾ വീണ്ടും വാതിൽക്കൽ മുട്ടുകേൾക്കുമാറായി. ഞാൻ ഓടിയെത്തി. അതാ പതി മുന്നിൽ. അപ്പോ ഇതാര്? ഞാൻ അലറിക്കരഞ്ഞു. പതി എന്നോട് ചോദിച്ചു, ഇവിടെ നിന്നിരുന്നത് ആരാണ്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അത് അങ്ങ് തന്നെയാണ്. അല്ല അല്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹം അകക്കണ്ണിൽ എല്ലാം അറിയുന്നുണ്ടായിരുന്നു. എന്ത്? അഹല്യ സവിധത്തിൽ ഇന്ദ്രനോ? നാം ഗൗതമ മഹർഷി ഇതാ നിന്നെ ശപിക്കുന്നു. നീ ഒരു ശിലയായി തീരട്ടെ. അങ്ങനെ ഞാനൊരു ശിലയായി മാറി. കാറ്റും മഴയും പൊടിയും കൊള്ളിമീനും എന്റെ മേൽ പതിച്ചു. ഞാൻ എന്റെ എല്ലാ വികാരങ്ങളും അടക്കി നിശ്ചലമായി നിർജീവമായി കാത്തുകിടന്നു. ത്രേതായുഗത്തിലെത്തുന്ന ആ പുണ്യാത്മാവിന്റെ പാദസ്പർശത്തിനു വേണ്ടി ഞാൻ കേണു. ശബ്ദം പുറത്തു വന്നില്ല. ഞാൻ കരഞ്ഞു. കണ്ണീര് കനം വെച്ചു. സംവത്സരങ്ങൾ കടന്നുപോയി. ജനകരാജധാനിയിലേക്കുള്ള യാത്രാമധ്യേ വിശ്വാമിത്രനോടൊപ്പം പുറപ്പെട്ട ആ പുണ്യാത്മാവിന്റെ പാദസ്പർശമേറ്റ് എന്നിലെ സ്വതന്ത്ര ചിന്തയ്ക്ക് ചിറകുമുളച്ചു. ഞാൻ ഒരു സ്ത്രീയായി താണു തൊഴുതു. എൻ്റെ പേര് നന്ദിത മോഹൻ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, ഒറ്റ ആളേ ഉള്ളൂ. പാരായണവും അർത്ഥവും ഒറ്റയ്ക്ക് വ്യാഖ്യാനിക്കാൻ പോവാണ്. നമുക്ക് മത്സരം ആരംഭിക്കാം അല്ലേ? അപ്പൊ ആദ്യം ചിന്മയ വിദ്യാലയ കാട്ടാക്കട. ഏത് ശ്ലോകമാണ് സർ കൊടുക്കുന്നത്? 2ാമത്തെ അധ്യായത്തിലെ 44ാമത്തെ ശ്ലോകം. അഥ ശ്രീമദ് ഭഗവദ്ഗീത 2ാധ്യായഃ സാംഖ്യയോഗഃ ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാധൗ ന വിധീയതേ. അർത്ഥം: യുദ്ധസന്നദ്ധനായി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എത്തിച്ചേർന്ന അർജുനൻ തൻ്റെ എതിർപക്ഷത്തു നിൽക്കുന്ന ബന്ധുമിത്രാദികളെയും മഹാരഥന്മാരായ ഭീഷ്മദ്രോണ കൃപാദികളെയും കണ്ടപ്പോൾ സർവശക്തിയും ചോർന്ന് ഗാന്ധീവം ഉപേക്ഷിച്ച് തേർത്തട്ടിൽ തളർന്നിരുന്നു. കരുണാർദ്രനായി കണ്ണുനീർ തൂക്കിയിരിക്കുന്ന അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ അർജുന, നിന്റെ ഈ ഭാവം ശ്രേഷ്ഠോചിതമല്ല. ഇത്തരം ഭാവം സ്വർഗപ്രാപ്തിക്ക് വിഘ്നം വരുത്തുക മാത്രമല്ല, ആര്യന്മാർക്ക് അപകീർത്തികരവുമാണ്. തുടർന്ന് ആത്മജ്ഞാനവും യോഗജ്ഞാനവും ഉപദേശിച്ച് ഭഗവാൻ കൃഷ്ണൻ അർജുനനെ കർമ്മോത്സുകനാക്കുകയാണ്. ഭഗവാൻ യുക്തിയുക്തം ആത്മജ്ഞാനം ഉപദേശിച്ചിട്ടും അർജുനനിൽ വേണ്ട മനോബലവും കർമ്മസന്നദ്ധതയും കാണാനാകാത്തതിനാൽ ഭഗവാൻ യോഗജ്ഞാനം ഉപദേശിക്കുന്നതാണ് പ്രസ്തുത സന്ദർഭം. ആലപിച്ചു കേട്ട ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നു: അല്ലയോ അർജുന, അല്ലയോ അർജുന, മനുഷ്യർ മുൻപ് ചെയ്ത യാഗങ്ങളും യജ്ഞങ്ങളും ദാനങ്ങളും കാരണമാണ് സ്വർഗപ്രാപ്തിയും ഭോഗൈശ്വര്യങ്ങളും ലഭിക്കുക എന്ന് കരുതി സ്വർഗപ്രാപ്തിക്ക് പിന്നാലെ അജ്ഞാനികൾ പായുന്നു. ഭോഗൈശ്വര്യങ്ങളോടുള്ള അമിതമായ ആസക്തിയാലും ഫലകാംക്ഷയാലും വിവേകം നഷ്ടപ്പെട്ട സുഖലോലുപരായ കാമികളോടാണ്
വ്യാസൻ സംസാരിക്കുന്നത്. അവർ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. വേദത്തിലെ കർമ്മകാണ്ഡം വേദാന്തത്തിലേക്കുള്ള വഴി മാത്രമാണ്. ധ്യാനാഭ്യാസം വഴി ആത്മസാക്ഷാത്കാരം നേടുന്നതാണ് ലക്ഷ്യം. വേദവിഹിത കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ, കാമന കൂടാതെ അനുഷ്ഠിച്ചാൽ സാധകന്റെ അന്ധകരണം ശുദ്ധമാകും. അപ്പോൾ അയാൾ വേദാന്ത വിചാരത്തിനും ധ്യാനത്തിനും സമർത്ഥനാവുകയും ചെയ്യുന്നു. ശ്രേഷ്ഠ ഭാരതം ഓം അമൃതേശ്വരിയെ നമഃ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശിഷ്ടന്മാരെ രക്ഷിക്കുവാനും ദുഷ്ടന്മാരെ നശിപ്പിക്കുവാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനും വേണ്ടി ഞാൻ യുഗം തോറും ജനിക്കുന്നു. വിനയം കൊണ്ട് അർജുനന് ഭഗവാൻ കൃഷ്ണന്റെ മഹത്വം അറിയാൻ കഴിഞ്ഞു. എന്നാൽ ദുര്യോധനന്റെ അഹങ്കാരോ ദുര്യോധനെ നാശത്തിലേക്ക് നയിച്ചു. കുരുക്ഷേത്രത്തിലെ യുദ്ധക്കളാണ് സന്ദർഭം. ആരൊക്കെ തമ്മിലാ യുദ്ധം ഉണ്ടായത്? കൗരവന്മാരും പാണ്ഡവന്മാരും. എന്താ കാര്യം? കൗരവന്മാർക്ക് രാജ്യം മുഴുവൻ സ്വന്താക്കണം. കള്ളച്ചൂതിൽ പാണ്ഡവന്മാരെ തോൽപ്പിച്ച് വനവാസത്തിന് അയച്ചു. 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും കഴിയും. തിരിച്ചു വന്നിട്ട് രാജ്യത്തിൻ്റെ പകുതി കൊടുത്തു? ഇല്ല. ഭഗവാനെ ദൂത് പറയാൻ പോയത് ഒരു സൂചി കുത്താതെ പഴുത് പോലും കൊടുക്കില്ല. കൗരവന്മാരുടെ ഉറച്ച തീരുമാനം. ഒടുവിൽ യുദ്ധം വേണ്ടി വന്നു. 18 ദിവസമായി യുദ്ധം ഉണ്ടായത്. ഇരു സൈന്യങ്ങളും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ തേര് സേനയോരുഭയോർ മധ്യേ കൊണ്ടുപോയി നിർത്താൻ അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ടു. ഭഗവാനെ, ഞാൻ ആരോടെല്ലാമാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഭഗവാൻ രഥം സേനയുടെ നടുവിൽ കൊണ്ട് നിർത്തി. അർജുനൻ 4 പാടും ഒന്ന് വീക്ഷിച്ചു. സഹോദരങ്ങൾ, ഗുരുക്കന്മാർ, ബന്ധുമിത്രാദികൾ ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്തിനാണ് രാജ്യം? ഈ ചിന്തകൾ കടന്നലുകളും മുളും പോലെ മനസ്സിനാകെ വിഭ്രാന്തി ഉണ്ടാക്കി. അർജുനൻ നേരത്തോട്ട് തളർന്നിരുന്നു. ഭഗവാനെ കൃഷ്ണ, എൻ്റെ അംഗങ്ങളെല്ലാം തളരുന്നു. എനിക്ക് ഈ യുദ്ധം വേണ്ട. ഞാൻ ആരെയും കൊല്ലുന്നില്ല. പിച്ചും വെയും പറയാൻ തുടങ്ങി. ഭഗവാൻ തിരിഞ്ഞു നിന്ന് 700 ശ്ലോകങ്ങളായ അർജുനനെ ഉപദേശിച്ചാണ് ശ്രീമദ് ഭഗവത്ഗീത. ഓം അമൃതേശ്വരി നമഃ. ശ്രേഷ്ഠ ഭാരതം ധീരന്മാരെ രക്ഷിക്കണേ! ധീരന്മാരെ രക്ഷിക്കണേ! ഞാൻ നടത്താനിരിക്കുന്ന അഗ്നിഹോത്രയാഗം മുടങ്ങാതെ നിങ്ങൾ രക്ഷിക്കണം. അറിഞ്ഞാലും മുനിവരിയ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അഗ്നി ജ്വലിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന അരണിയും കടക്കോലും എങ്ങനെയോ ഒരു മാൻകൊമ്പുകൾക്കിടയിൽ കുരുങ്ങി. അത് അതിവേഗത്തിൽ ഓടി. ഞാൻ കുറേ നേരം പിന്തുടരുന്നു. എന്നാൽ അതിനെ ഇപ്പോൾ കാണാനില്ല. അഗ്നിഹോത്രയാഗം മുടങ്ങിയാലുള്ള അനർത്ഥങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. രക്ഷിക്കണം. ആകെ ഭയമാകുന്നു. മഹാമുനെ, അങ്ങ് വിഷമിക്കാതിരിക്കുക. വഴിയുണ്ടാക്കാം. എന്റെ ഈ അനുജന്മാർ എന്തിലും സമർത്ഥരാണ്. അങ്ങിവിടെ വിശ്രമിച്ചാലും ഞങ്ങൾ അന്വേഷിച്ചു വരാം. ജ്യേഷ്ഠ, കുറേയേറെ നേരമായി മാനിനെ അന്വേഷിച്ച് നടക്കുന്നു. ഇതുവരെ കണ്ടെത്താനായില്ല. വരൂ ജ്യേഷ്ഠ, നമുക്ക് അന്വേഷിക്കാം. മാനിനെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. അനുജന്മാരെ, നമുക്ക് വല്ലാത്ത വിശപ്പും ദാഹവും.
ഇനി ഒരു അടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ശരീരമാകെ തളരുന്നു. ഒരല്പം ജലം ലഭിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചു വരൂ. ജ്യേഷ്ഠ, കിളികളുടെ ശബ്ദം കേൾക്കാം. മന്ദമാരുതന് തണുപ്പിന്റെ അംശവും. അടുത്തെവിടെയോ ഒരു ജലാശയം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയി എല്ലാവർക്കുമുള്ള ജലം ശേഖരിച്ചു കൊണ്ടുവരാം. എന്നെ അതിനായി അനുവദിച്ചാലും. എങ്കിൽ സഹദേവൻ പോയി വരട്ടെ. അതാ മാനിന്റെ കാൽപ്പാടുകൾ. നമുക്കിത് പിന്തുടരാം. ഇതാ ഒരു തടാകം. ഈ തടാകത്തിൽ യഥേഷ്ടം ജലമുണ്ടല്ലോ. ഈ ഇലയിൽ നിറയെ ജലം നിറയ്ക്കാം. അരുത്, ഈ ജലം എന്റെ പൂർവിക സ്വത്താണ്. എന്റെ അനുവാദമില്ലാതെ ജലപാനം നടത്തിയാൽ മരിച്ചു വീഴുന്നതാണ്. ഏയ്, നീ ആരാണ്? ഈ ജലാശയത്തിൽ നിന്ന് ജലമെടുക്കുന്നതിന് എന്തിനാണ് നിന്റെ ഔദാര്യം? നകുല, സഹദേവ, നിങ്ങൾ എവിടെയാണ്? നകുല, സഹദേവ, നകുല, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അല്പം ജലം കളിക്കാം. അർജുന, നകുല, സഹദേവ, നിങ്ങൾ എവിടെയാണ്? അർജുന, സഹദേവ, അർജുന, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഇവർ ജലം കുടിച്ചില്ലേ? അല്പം ജലം കുടിക്കാം. അർജുന, ഭീമ, സഹദേവ, നകുല, വനത്തിൽ ജലമെടുക്കാൻ വന്ന നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അത്യന്തം ബലവാന്മാരായ ഇവരെ എതിർക്കുവാൻ യമനല്ലാതെ മറ്റാർക്ക് കഴിയും? അഹങ്കാരികൾ, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ജലപാനം നടത്തിയതിന്റെ ശിക്ഷയാണിത്. മറഞ്ഞിരിക്കുന്ന അങ്ങ് ആരാണ്? അതറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നാം ഈ തടാകത്തിന്റെ അധിപനാണ്. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിനു ശേഷം ജലപാനം നടത്തിക്കൊള്ളൂ. ഇല്ലെങ്കിൽ നിന്റെ മരണം സുനിശ്ചിതം. എന്റെ ബുദ്ധിക്ക് അനുസൃതമായി ഞാൻ ഉത്തരം നൽകാം. ചോദിച്ചുകൊള്ളൂ. ആദിത്യനെ വഹിക്കുന്നതെന്ത്? അവനോടൊപ്പം സഞ്ചരിക്കുന്നതും ആരാണ്? ആദിത്യനെ വഹിക്കുന്നത് ബ്രഹ്മമാണ്. ദേവന്മാരാണ് അവന്റെ അനുചാരികൾ. കൃഷിക്കാർക്ക് ശ്രേഷ്ഠമായ എന്താണ്? അവർക്ക് പ്രാധാന്യമുള്ളതും എന്താണ്? കൃഷിക്കാർക്ക് ശ്രേഷ്ഠം മഴയാണ്. അവർക്ക് പ്രാധാന്യം വിത്തുമാണ്. ഭൂമിയേക്കാൾ ഭാരമുള്ളത് ആർക്കാണ്? വായുവിനേക്കാൾ വേഗതയുള്ളതും ആർക്കാണ്? ആകാശത്തെക്കാൾ ഉയരമുള്ളതും ആർക്കാണ്? ഭൂമിയേക്കാൾ ഭാരമേറിയത് മാതാവിനാണ്. ആകാശത്തേക്കാൾ ഉയരമേറിയത് പിതാവിനും. വായുവിനേക്കാൾ വേഗതയേറിയത് മനസ്സിനുമാണ്.
എല്ലാവിധത്തിലും ഒരു ഉത്തമ പുരുഷനാരാണ്? യാതൊരുവനാണോ പ്രിയം അപ്രിയം, സുഖം ദുഃഖം, വരാനിരിക്കുന്നതിനെയും കഴിഞ്ഞുപോയതിനെയും സമമായി കാണുന്നത് അവനാണ് എല്ലാവിധത്തിലും ഉത്തമനായ പുരുഷൻ. താങ്കൾ സർവ്വതിനെയും കുറിച്ച് നല്ല വ്യാഖ്യാനം നൽകി. ആയതിനാൽ ആവശ്യം പോലെ ജലം ശേഖരിക്കാം. പിന്നെ നിന്റെ സഹോദരന്മാരിൽ ഒരാൾ ജീവിക്കട്ടെ. പറയൂ, നിനക്ക് ആരെയാണ് വേണ്ടത്? ഇവരെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എങ്കിലും മാതൃമാതാവിന്റെ സീമന്തപുത്രൻ നകുലൻ ജീവിക്കട്ടെ. ഭീമൻ നിനക്ക് പ്രിയപ്പെട്ടവൻ, അർജുനൻ നിങ്ങൾക്കെല്ലാവർക്കും ആശ്രയവും. പിന്നെ എന്തിനാണ് രണ്ടാനമ്മയുടെ മകനായ നകുലനെ ജീവിപ്പിക്കണമെന്ന് പറയുന്നത്? ഓരോ അമ്മമാരുടെയും ഓരോ മക്കൾ വീതം ജീവിക്കണം. അതാണ് ധർമ്മം. ഞാൻ ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. നീ ജീവകാരുണ്യത്തെ പരമധർമ്മമായി കാണുന്നത് കൊണ്ട് അല്ലയെ ഉത്തമനായ യുധിഷ്ഠിര, നിന്റെ എല്ലാ സഹോദരങ്ങളും ജീവിക്കട്ടെ. അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് നന്ദി. ധീരാതിധീരന്മാരെ, ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് പോലെ ഉണരൂ. അങ്ങൊരു യക്ഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങ് ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തിയാലും. അതെ, ഞാൻ യമധർമ്മൻ, നിന്റെ പിതാവ്. നിന്നെ പരീക്ഷിക്കാൻ വന്നതാണ്. നാം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇതാ ബ്രാഹ്മണന്റെ അരണിയും കടക്കോലും. നിങ്ങളുടെ അടുത്ത അജ്ഞാതവാസം വിരാട രാജധാനിയിലാവട്ടെ. എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ. ഓം അമൃതേശ്വരിയേ നമഃ. ദേഹിനോസ്മിൻ യദാ ദേഹേ കൗമാരം യൗവനം ഝരാ തഥാ ദേയാന്തര പ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. ഇതിന് സാമാന്യ അർത്ഥം, ഒരു ശരീരത്തിൽ എങ്ങനെയാണോ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിവ വരുന്നത്, അപ്രകാരം തന്നെയാണ് മരണശേഷം വേറൊരു ശരീരം സ്വീകരിക്കുന്നത്. ഇതറിയുന്ന ഒരു വിവേകി ഈ മോഹങ്ങൾ കളിമപ്പെടുന്നില്ല, വിരമിക്കുന്നുമില്ല. കുറച്ചും കൂടി വിശദീകരിച്ച് പറയാം. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭീഷ്മ ദ്രോണാദികളെയും ബന്ധുമിത്രാദികളെയും വധിക്കണമല്ലോ എന്നോർത്ത് വില്ലാതി വീണായ അർജുനൻ വിരമിക്കുന്നു. കയ്യിൽ നിന്ന് ഗാണ്ഡീവം താഴെ വീഴുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ അർജുനന് നേരായ വഴി കാണിച്ചു കൊടുത്ത് ഗീത ഉപദേശിക്കുന്നു. ഈ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്, ശരീരത്തിൽ എങ്ങനെയാണോ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിവ കിടന്നു പോകുന്നത്, അതുപോലെയുള്ള ഒരു മാറ്റമാണ് മരണം. നമ്മളെന്നും കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോഴൊന്നും നാം വിഷമിക്കാറില്ല. ഒരു കുഞ്ഞ് ബാലനാൽ യുവാവായി മാറുമ്പോൾ കുഞ്ഞില്ലാതെ എന്ന് ആരും പറയാറില്ലല്ലോ, വിഷമിക്കാറുമില്ല. മാറ്റം എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. പകൽ പോയി രാത്രി വരുന്നു, ചൂടുകാലം പോയി മഴക്കാലം വരുന്നു, ഉണ്ടാകുന്നു, വളരുന്നു, തളരുന്നു, നശിക്കുന്നു. ഇവിടെ ഉണ്ടായതെല്ലാം ഒരു നാൾ നശിക്കും. മുഷിഞ്ഞ വസ്ത്രം മാറി വേറെ വസ്ത്രം ഇടാറില്ലേ? അതുപോലെ ജീവൻ ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. ഇത് മനസ്സിലാക്കാതെ ശരീരം കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങളിൽ നാം അടിമകളായി ജീവിക്കുന്നു. പക്ഷേ ഇത് മനസ്സിലാക്കിയാലോ ആ ദുഃഖത്തിന് നമുക്ക് വിവേകത്തോടെ നേരിടാൻ കഴിയും. പൂന്താനം തിരുമയുടെ കൃഷ്ണഭക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന് വളരെ കാത്തിരുന്ന് കിട്ടിയ സ്വന്തം ഉണ്ണി ഒരു നാൾ മരിച്ചു പോകുന്നു. ആ ദുഃഖത്തിൽ അദ്ദേഹം മനഃശുദ്ധി കൈവിടാതെ എല്ലാം കൃഷ്ണനിൽ സമർപ്പിച്ചു.
ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. ഇത് തന്നെയല്ലേ ഭഗവാൻ പറഞ്ഞ വിവേകം. അമുത്തമ്മ പറയാറുണ്ട്, നാം ഒരു വാചകം എഴുതി നിർത്തുന്നത് അടുത്ത വാചകം എഴുതി തുടങ്ങാനാണ്. മരണം ഒന്നിൻ്റെ അവസാനമല്ല, മരണം അവസാനത്തിൻ്റെ ആരംഭമാണ്. മോക്ഷമെന്ന ലക്ഷ്യത്തിലെത്തുന്നവരെ ഒരു യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ആ യാത്രയിൽ നമുക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒന്നും കൊണ്ടുപോകാൻ സാധിക്കാത്ത ആ യാത്രയിൽ നമ്മൾ ചെയ്ത് പുണ്യകർമ്മങ്ങളായിരിക്കും വഴികാട്ടിയേക്കും. മനുഷ്യനെവിടെ ജനിച്ച് പോകും കൊതിച്ച് നേടുന്നു, എടുക്കുവാനിലൊടുക്കമൊന്നും തിരിച്ചു പോകുമ്പോൾ തനിച്ച് വന്നവൻ തനിച്ചു പോകും തുണയ്ക്കൊരാളഞ്ഞേ. കണക്കെടുത്താൽ പെരുത്ത നഷ്ടം മനുഷ്യജന്മങ്ങൾ, കണക്കെടുത്താൽ പെരുത്ത നഷ്ടം മനുഷ്യജന്മങ്ങൾ. ഓരോ നിമിഷവും ഈശ്വരഭക്തിയോടെ നല്ല കർമ്മങ്ങൾ ചെയ്ത് നഷ്ടമില്ലാതെയാക്കാം നമുക്ക് ഈ ജീവിതം. ലോകാക സംസ്ഥാക സുഖിനോ ഭവന്തു. ഓം അമൃതേശ്വരിയേ നമഃ. ശ്രേഷ്ഠ ഭാരതം.